ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് IFT ന്യൂസ് മീഡിയ നൽകിയിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് ഇപ്പോൾ ക്ലബിനെ വിൽക്കാനുള്ള ഒരുക്കത്തിലാണ്. 100% ഓഹരിയും വിൽക്കാൻ അവരിപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അനുയോജ്യരായ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ലഭിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാഗ്നം സ്പോർട്സ് കൈമാറും എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതായത് അനുയോജ്യരായ ഇൻവെസ്റ്റേഴ്സിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ അഥവാ വിൽപ്പന നടന്നിട്ടില്ലെങ്കിൽ മാഗ്നം സ്പോർട്സ് തന്നെയായിരിക്കും ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ ലോവർ സാലറിയുള്ള താരങ്ങളുമായി വരുന്ന സീസണിൽ കളിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ. അതായത് വലിയ വലിയ സൂപ്പർ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിലേക്ക് കൊണ്ടുവരില്ല. മാത്രമല്ല സൂപ്പർ താരങ്ങളെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നുമില്ല. മറിച്ച് സാലറി കുറവുള്ള ചെറിയ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കളിക്കുക എന്നാണ് ഇപ്പോൾ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മാഗ്നം സ്പോർട്സ് തന്നെ തുടരുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും പുറത്ത് പോയേക്കും എന്നുകൂടി ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആരാധകരുടെ ഫേവറേറ്റ് താരങ്ങളിൽ പലരും ക്ലബ്ബ് വിട്ടേക്കും, അവരെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയേക്കും എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കും എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് ക്ലബ്ബ് വിടേണ്ടി വരും എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. നമുക്കറിയാം, അഡ്രിയാൻ ലൂണ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ്. ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ക്ലബ്ബ് വിട്ടിരുന്നത്. അദ്ദേഹത്തെ സ്ഥിരമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം അത് അഡ്രിയാൻ ലൂണ തന്നെയാണ്. കൂടാതെ പുതിയ വിദേശ താരങ്ങളായ ഫ്രാഞ്ചു, NDI ഫാളു, അതുപോലെ തന്നെ കരീം ബെനാരിഫ് എന്നിവരുടെ കാര്യത്തിലൊക്കെ ആരാധകർക്ക് വ്യക്തതകൾ ലഭിക്കേണ്ടതുണ്ട്. അവരെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ അതല്ലെങ്കിൽ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും മാഗ്നം സ്പോർട്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥരായിക്കൊണ്ട് തുടരുകയാണെങ്കിൽ ചെറിയ സാലറിയുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് ഈ സീസൺ കളിക്കാനാണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.